നമുക്ക് 2-3 തരത്തിലാണ് വസ്തുക്കളുള്ളത്. ചില വസ്തുക്കൾ നിലമായിട്ടാണ് കിടക്കുന്നത്, ചിലത് പുരയിടമായിട്ടാണ് കിടക്കുന്നത്, ചിലത് തരം മാറ്റിയ പുരയിടമാണ്. നിലം തരം മാറ്റി പുരയിടമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഇതിലൊക്കെ ഏതിൽ വീട് വയ്ക്കാൻ പറ്റും, ഏതിൽ വീട് വയ്ക്കാൻ പറ്റില്ല, ഏതെല്ലാം നമുക്ക് കൃഷിഭൂമിയായിട്ട് ഉപയോഗിക്കേണ്ടതാണ്, തണ്ണീർത്തടം എന്ന് പറയുന്നത് എന്താണ്, ഇതുപോലെ തന്നെ വസ്തു തരം മാറ്റുന്നതിന് നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഇതെല്ലാം ഒരു കൺസൾട്ടന്റ് ആയിട്ട് നിൽക്കുന്ന ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കണം, അയാൾ പഠിച്ചിരിക്കണം. ഒരു അറിവും ഒരു ബോധവും ഇല്ലാത്ത കുറേയധികം ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തു തുടങ്ങാൻ പറ്റുന്ന ഒരു തൊഴിലായിട്ട് ഇത് മാറാൻ പാടില്ല. കൂടുതലും എനിക്ക് തോന്നുന്നു അതിലുള്ള ബെനിഫിറ്റ് കണ്ടിട്ടായിരിക്കണം അത് സർക്കാർ നിജപ്പെടുത്തട്ടെ. ഞാൻ പറയുന്നത് സാധാരണഗതിയിൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന വിൽക്കുന്ന ആള്, ഒരു പ്രോപ്പർട്ടി വിൽക്കുന്ന ആള് 3% വാങ്ങുന്ന ആൾ 1% കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സർക്കാരിലേക്ക് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. സർക്കാർ നിശ്ചയിക്കട്ടെ എത്ര കമ്മീഷൻ വാങ്ങണം, എത്രയാണ് സർവീസ് ചാർജ്, ഇത് സർക്കാർ നിശ്ചയിച്ച് തന്നാൽ മതി. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിനൊരു വ്യക്തമായ നിയമം ഉണ്ടാവും. ആ നിയമം എല്ലാവരും പാലിക്കപ്പെടാൻ തയ്യാറാവും. ഈ മേഖല ശുദ്ധീകരിക്കപ്പെടും.